കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പിന്റെ അതായത് ഈ ഭേദഗതി, ഈ നിയമം വന്നത് കഴിഞ്ഞ ജനുവരി മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലാണിപ്പോൾ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനമായും പുതിയ ഭേദഗതി പ്രകാരം വർഷത്തിൽ 5 ചലാനുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്കാണ് പോവുക. പിഴ കുടിശ്ശികയുള്ള വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അതായത് ഇപ്പോൾ നമുക്ക് 45 ദിവസമാണ് അവധി നൽകിയിട്ട് സമയം തന്നിട്ടുള്ളത്. ഈ 45 ദിവസത്തിനകം ഇപ്പോൾ ഉദാഹരണമായി നമ്മളിപ്പോൾ ഒരു കടന്നു പോകുമ്പോൾ അവിടെ ക്യാമറയിൽ AI ക്യാമറയിൽ നമ്മൾ പതിയുന്നു. അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം, ഉദാഹരണമായി പുറകിൽ ഇരിക്കുന്ന ഒരാൾ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചലാനുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 45 ദിവസത്തിനകം ഇത് സെറ്റിൽ ചെയ്യണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാവും. ഒപ്പം തന്നെ 5 ചലാനുകൾ തുടർച്ചയായി 5 ചലാനുകൾ ഒരു വർഷത്തിനുള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ RC ഉടമയുടെ ലൈസൻസ് റദ്ദാക്കും. അത് ഒരുപക്ഷെ ഇപ്പോൾ എൻ്റെ വാഹനം മറ്റൊരാൾ എടുത്തിട്ട് പോവുകയോ അങ്ങനെ എടുത്തു പോയി ഉണ്ടായാൽ പോലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്കായിരിക്കും. അത് മുൻകാലങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ കർശനമാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആണ് ഇതിലെടുത്തു പറയേണ്ട കാര്യം. കർശന ഭേദഗതികളോടെയാണ് ഇത്തവണത്തെ മോട്ടോർ വാഹന നിയമത്തിൽ കേന്ദ്രം വരുത്തിയിരിക്കുന്നത്. ഇതിലാണിപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പും എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും ബ്ലാക്ക് ലിസ്റ്റിലുള്ള വാഹനങ്ങൾക്ക് സേവനങ്ങളൊന്നും പിന്നെ ലഭിക്കില്ല. അതായത് ബ്ലാക്ക് ലിസ്റ്റിലുള്ള വാഹനങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയും. അങ്ങനെ വരികയാണെങ്കിൽ വാഹനങ്ങൾ പിന്നെ എങ്ങനെ ഇറക്കിക്കൊണ്ടുപോകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് അതിൻ്റെ കൃത്യമായൊരു വിവരം എന്തായാലും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്.